ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഒരിടം എന്ന് വെച്ചാൽ വേറെ അങ്ങോട്ടും അല്ല, ഇന്ന് കാച്ചുവിന്റെ PTA മീറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന വേണ്ടിയിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. എന്താ പറയാ, പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ തപ്പാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. കണ്ടോ? പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഇരിക്കുന്ന തുണിയിൽ ഒരു 90% തുണി എന്റേത് മാത്രമാണ്. പക്ഷെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ എല്ലാ പെണ്ണുങ്ങളെയും പോലുള്ള ഒരു കാര്യത്തിൽ എനിക്കുണ്ട് ഗൈസ്, ഇടാൻ തുണിയില്ല. എവിടെ പോകാൻ ഇറങ്ങിയാലും നല്ലതൊന്നും കൈപ്പെടത്തില്ല കേട്ടോ. എവിടെയെങ്കിലും അത് പോയി ഒളിച്ചിരുന്നത് ഉള്ളതിൽ പൂവ ഇട്ടോണ്ടായിരിക്കും എവിടെയെങ്കിലും പോവാ. അപ്പോ ഈ കൂടുതൽ നമുക്ക് ഏതെങ്കിലും ഓർമ്മ കണ്ടുപിടിച്ചിട്ടായിരുന്നു. അങ്ങനെ എന്റെ തപ്പലിന് ശേഷം ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടു, ഇതില് ഒരാൾക്കും കൂടെ കയറി പോകാനുള്ള ലൂസ് ഉണ്ട്. ഇതാണ് മെയിൻ പ്രശ്നം. കുറെ ഡ്രസ്സ് ഇരിപ്പുണ്ട്, പക്ഷെ എല്ലാം ലൂസാണ്. അങ്ങനെ സമയങ്ങൾ എടുത്ത തെരച്ചിലിനൊടുവിൽ ഞാൻ തന്നെ തയ്ച്ച ഡ്രസ്സ് എനിക്ക് വേണ്ടി വന്നു ഗൈസ്. വേറൊന്നും എനിക്ക് പാകാവുന്നില്ല. അപ്പൊ നമുക്ക് പോകാൻ വേണ്ടിട്ട് വേഗം റെഡി ആകാവേ. കാരണം 1 മണിക്കോ മറ്റോ ആണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 12:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയാവും. അപ്പോഴത്തേക്കും നമുക്ക് റെഡിയാകണം. ഏതാണ്ട് ഇപ്പൊ സമയം ഒരു 11-11:15 മറ്റോ ആയിട്ടുണ്ട്. കുറച്ച് ക്രീമും ഇട്ടു. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇടാം. കുറച്ച് കൂടുതൽ എടുത്തിട്ടില്ലേ? മതി. അപ്പോ നമ്മുടെ പോകാനുള്ള ഏകദേശം പരിപാടീസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഐബ്രോസും ഫില്ല് ചെയ്ത് മുടിയും അത്യാവശ്യം ഒടിഞ്ഞു മടങ്ങി കിടക്കുന്നൊക്കെ ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കാശുവിന്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ വൃത്തി അടിച്ചിരുന്നില്ലെങ്കിൽ കാശുവിന് ഇഷ്ടമല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം PTA മീറ്റിംഗിന് എന്നിപ്പോൾ അവിടുത്തെ പിള്ളേരായിട്ട് റോൾ ചെയ്താണോന്നൊന്നും എനിക്കറിയില്ല. അവിടുത്തെ 2 പിള്ളേർ എന്നോട് ചോദിക്കുക ഏച്ചിന്റെ ചേച്ചിയാണോ. അപ്പോഴത്തേക്ക് എന്റെ കാച്ചു വന്നിട്ട് എടാ പൊട്ടാ അതെന്റെ അമ്മയാടാന്ന്. അപ്പോഴത്തേക്കും ആ 2 പിള്ളേർ പറയുന്നു പക്ഷെ ഏജിന്റെ അമ്മേനെ മാതിരി ഇല്ലല്ലോ, ഏജിന്റെ ചേച്ചിന്റെ മാതിരി അല്ലേ ഉള്ളൂ എന്ന്. എന്താ പറയാൻ, അല്ലേലും അത് ചർമ്മം കണ്ടാ പ്രായം പറയൂല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വൃത്തിക്കും എനിക്കും ഒക്കെ പോയിട്ട് വരാം. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എപ്പോഴും കെട്ടണ പോലെ തന്നെ മുടിയൊക്കെ കെട്ടി അത്യാവശ്യം ഇച്ചിരിയൊക്കെ പുട്ടി കഴിഞ്ഞിട്ടാ നമ്മളൊന്ന് സെറ്റ് ആകും. അപ്പോ മുടിയും നമുക്ക് സാധാ കെട്ടുന്നത് പോലെ തന്നെ കെട്ടി സെറ്റ് ചെയ്ത് പോകാം. എങ്ങനെയൊക്കെ കെട്ടിയാലും സ്കൂട്ടിക്കാ പോകുന്നത്, ഹെൽമെറ്റ് വെക്കുമ്പോ എല്ലാം തീരും. അപ്പോ മുടിയുടെ കെട്ടിട്ട് വന്നിട്ട് കാണാവേ. അപ്പോ കൊള്ളാവോ? ഞാൻ ജസ്റ്റ് കണ്ണൊന്ന് എഴുതിയിട്ടുണ്ട്. പൊട്ടൊന്നും കുത്തിയിട്ടില്ല. പൊട്ടെനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല. പണ്ട് കുത്തുമായിരുന്നു, മറ്റൊരു കുഞ്ഞു മഴത്തുള്ളി പൊട്ടുണ്ടല്ലോ വെള്ള, അത് മേടിച്ചിങ്ങനെ കുത്തുമായിരുന്നു. അല്ലാണ്ട് ഒത്തിരി നാളായിട്ട് അങ്ങനെ പൊട്ടുകുത്തൽ അങ്ങനെ വലിയ താല്പര്യമില്ല. ഒത്തിരി നാളായിട്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലുക്ക്. അതായത് ഈ ഡ്രസ്സ് മുന്നേ കണ്ടിട്ടുണ്ടല്ലേ. അതായത് ഞാൻ തന്നെ തയ്ച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വണ്ണവും ഇന്നത്തെ വണ്ണവും അതായത് ഇത് വർഷങ്ങളായി കേട്ടോ. ഏകദേശം ഒരു 2 കൊല്ലത്തിന് മുകളിലായിരിക്കും എന്തായാലും. അപ്പോഴത്തെ വണ്ണം ഇപ്പോഴത്തെ വണ്ണവും സെയിം ആണ്. അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ പോക്കിനുള്ള മേക്കപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇനി എന്താ, ഇനി നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, അവിടെ എത്തണം. ഇനി അവിടെ ചെന്നിട്ട് ഇനി കാച്ചുവിനെ പറ്റി എന്തൊക്കെയാണ് ആ ടീച്ചേഴ്സ് പറയാൻ എനിക്കറിയില്ല. ആ മകനായാലും പോയി നോക്കാം. വലിയ കുറ്റമൊന്നും പറയാൻ തോന്നില്ല. ഞാൻ ഇച്ചിരിയൊക്കെ പഠിക്കുന്ന കൂട്ടത്തില്ല, ഇച്ചിരി മടിയുണ്ടെന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഇനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പഠിക്കും. കാരണം ഏതാണ്ട് 20, 17, 18, 19, 20 അങ്ങനെയൊക്കെ മാർക്ക് കിട്ടാറുണ്ട്. ചില സമയത്ത്
20-ൽ 19 മാർക്ക് കിട്ടിയിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയാം, അമ്മ ടീച്ചറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കി, എൻ്റെ ഇതിൽ ഒരെണ്ണം പോലും ടീച്ചർ തെറ്റിട്ടിട്ടില്ല. പിന്നെ എൻ്റെ 1 മാർക്ക് ടീച്ചർ എനിക്ക് എന്തുകൊണ്ട് തന്നില്ലെന്ന് വിളിച്ചു ചോദിക്കാൻ പറയും. അത് ചോദിക്കേണ്ട അത് സമ്മതിക്കില്ല. പിന്നെ ഞാൻ ടീച്ചറിന് മെസ്സേജ് അയക്കും, ടീച്ചറെ അവനിവിടെ വഴക്കാം, 1 മാർക്ക് ടീച്ചർ എന്താ കൊടുക്കാൻ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ടീച്ചർ പറയും, സാരില്ല, അവന് ബാക്കി 19 മാർക്ക് കിട്ടിയില്ല, 1 മാർക്കിൽ അവനോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയും. പിന്നെ ടീച്ചർ പറയും, അവൻ ആ 1 വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ട് അവൻ ആ 1 മാർക്ക് കൊടുക്കാനില്ല. അത് അറിഞ്ഞാലേ അവനൊരു സമാധാനം വരുള്ളൂ കേട്ടോ. അപ്പോ അതുകൊണ്ട് വലിയ കുറ്റമൊന്നും കേൾക്കുമെന്ന് തോന്നില്ലേ. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ എന്റെ കട്ടിലിന്റെ പുറകെ കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും വഴിക്കണ്ട. അതായത് എന്റെ കുഞ്ഞു പീകരി ഇവിടെ നിന്ന് ഇത്രയും നേരം കളിക്കായിരുന്നു. അപ്പൊ അവന്റെ കളി സാധനങ്ങളാണ്, ലോകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കട്ടിലെ കൊണ്ടുവെക്കും. അപ്പൊ അങ്ങനെ കളിച്ചോണ്ടിരുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഇത് എന്റെ എന്താ പറയാ, ഈ സ്ട്രൈറ്റ്നറിന്റെ കവറ്, മുടി സ്ട്രൈറ്റ് ചെയ്തിട്ട് ഞാൻ സ്ട്രൈറ്റ്നറും പുറകെ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്റെ മേക്കപ്പ് സാധനങ്ങൾ ഇത്ര സാധനങ്ങൾ ഇതിനോട് നിരന്നിരിപ്പുണ്ട്. ഇതൊക്കെ ഇനി വന്നിട്ട് റെഡിയാക്കുള്ളൂ. അപ്പോ നമുക്ക് പോയി നോക്കാം ഇനി അവിടുത്തെ സീൻ എന്താണെന്ന്. ചെന്നിട്ടല്ല, പോയിട്ട് വന്നിട്ട് ഞാൻ പറയാവേ. അപ്പോൾ നമ്മൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 12-20 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വല്ല ബ്ലോക്കും തെറ്റിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ ഇതാ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ സ്കൂളിൻ്റെ അവിടെ ചെന്ന് കുറച്ചേറെ നേരം ഞാൻ പോസ്റ്റായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഏതാണ്ട് ഒരു 1 മണിയൊക്കെ ആവാനായപ്പോഴത്തേക്കും വണ്ടി ഞാൻ സിറ്റിയുടെ അവിടെ ഒതുക്കി വെച്ചിട്ട് സ്കൂളിലേക്ക് നടന്നാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങും പരിപാടീസൊക്കെ കഴിഞ്ഞ് കാച്ചുവിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു പോരുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാച്ചു സ്പീഡിൽ ഓടുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറിയിലൊക്കെ കയറി അവന് പപ്സും ജ്യൂസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എന്നെ കണ്ടാൽ മെയിനാണ് ഈ പപ്സ്. ഞാൻ എന്നൊക്കെ കൂട്ടാൻ ചെന്നാലും അവന് കുറേ ഐറ്റംസ് വേണം. അപ്പോൾ ഞാനും ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഒരു ഫ്രഷ് ലൈമും ഒരു എഗ് പപ്സും കഴിച്ചു കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞങ്ങളൊരു ഷോപ്പിൽ കയറി, അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്കിഷ്ടപ്പെടുന്നതാണെങ്കിൽ എൻ്റെ സൈസിന് ഉണ്ടാവില്ല, എൻ്റെ സൈസിനുള്ളതാണെങ്കിൽ എനിക്കിഷ്ടപ്പെടുത്തുമില്ല. അങ്ങനെ മൊത്തത്തിൽ സെറ്റാവാണ്ട് വന്നതുകൊണ്ട് ചെരുപ്പ് വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയേ. ഹലോ, അപ്പോൾ നമ്മൾ PTA മീറ്റിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴല്ലാട്ടോ, ഏകദേശം ഒരു 3:30 ആയപ്പോൾ ഞാൻ തിരിച്ചു വന്നായിരുന്നു. മോനെയും കൂട്ടിക്കൊണ്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെയും പുറത്ത് പോയി. അപ്പോൾ അതെല്ലാമായിട്ട് ഇപ്പോൾ ഒരു സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പോയത്. അതാണ് പോയപ്പം ഇട്ടിരുന്ന ഡ്രസ്സിലല്ല ഇപ്പം വീഡിയോ ചെയ്യുന്നത്. അതാണ് കാരണം. അപ്പോൾ PTA മീറ്റിങ്ങിന് പോയ കാര്യം. PTA മീറ്റിങ്ങിന് പോയിട്ട് എന്താ പറയുക, മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടി. അത്യാവശ്യം എല്ലാത്തിനും തന്നെ നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും തന്നെ A1 ഉണ്ട്. ഏതോ ഹിന്ദിക്ക് മാത്രമേ ഉള്ളൂ BA, ബാക്കി എല്ലാത്തിനും A1 ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടാൽ മാത്രം പോലെ നമ്മളും കൂടെ വീട്ടിൽ വന്ന് പിള്ളേരെ പഠിപ്പിക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല, ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ അവൻ്റെ കൂടെ നിന്ന് അവനെ പഠിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവൻ തരുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഞാൻ സൈഡിൽ കാണിക്കാം അവൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ. അപ്പോൾ ടീച്ചർ വന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടാവും വീട്ടിൽ വന്നാലെന്ന്. എന്താ പറയുക, മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞു, അവനെ കൊണ്ട് വീട്ടിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളൂ, അങ്ങനെ വലിയ മടിയൊന്നും കാണിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇവിടെ വന്നാലും സ്കൂളിൽ വന്നാലും അവനെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ ഇരുന്നോളും. അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കുകയും ചെയ്യും, അവൻ ചെയ്തോളുകയും ചെയ്യും. അപ്പോൾ ഇപ്പം പോകുന്ന രീതിയിൽ തന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതി. അവൻ ഓവർ പ്രഷർ കൊടുക്കുമോ അല്ലെങ്കിൽ ഉഴപ്പാനുള്ളൊരു മൈൻഡ് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇപ്പം പോകുന്ന രീതിയിൽ സ്മൂത്തായിട്ടൊക്കെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എന്താ പറയുക, അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെന്താ, അങ്ങനെ മാർക്ക് ലിസ്റ്റൊക്കെ കാണിച്ച് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് മോനെയും വിളിച്ചിട്ട് ഞാൻ പോന്നു. സ്കൂൾ ബസ് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ പോകുന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പോരണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി. പിന്നെ ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കൂളിലെ വിശേഷം. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നാളെ ഫുഡ് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊന്നുമില്ല, ലഡു ജിലേബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂട്ടിപ്പോയി ആ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അങ്ങനെ വേറെ കുറേ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്ന് ഒന്ന് ഫ്രീ ആയതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും
കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെറുതെ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാട്ടോ. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നി അതിൻ്റെ കൂടുതലും സജഷനായിട്ടൊക്കെ പറഞ്ഞു തന്നാൽ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സജഷനൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെക്കണം എല്ലാ കൂട്ടുകാർക്കും. ബൈ.